നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകന്മാർക്ക് നാവും നട്ടെല്ലുമില്ല. അവരത് പാർട്ടി ഓഫീസിൽ പണയം വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ഒരു വിഷയത്തിലും പ്രതികരിക്കാൻ സാധിക്കാത്തത്. എന്തെങ്കിലും പ്രതികരിക്കണമെങ്കിൽ ലോക്കൽ സെക്രട്ടറി പച്ചക്കൊടി കാണിക്കണമെന്നും അഡ്വക്കേറ്റ് എ ജയശങ്കർ വിമർശിക്കുന്നു. അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. കാസർഗോഡ് നടന്ന ഇരട്ട കൊലപാതകത്തിൽ പ്രതികരിക്കാതെ മൗനം പാലിക്കുന്ന സാംസ്കാരിക നായകന്മാർക്കെതിരെയാണ് അദ്ദേഹം ഇത്തരം വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. സാംസ്കാരിക നായകന്മാർക്ക് നട്ടലില്ലാത്തത് കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാഴപ്പിണ്ടി സമർപ്പിച്ചതെന്നും അദ്ദേഹം വിമർശിക്കുന്നു. കാസർഗോഡ് ഇരട്ട കൊലപാതക കേസിൽ സാംസ്കാരിക നായകർ മൗനം വെടിയുന്നതിന് വേണ്ടി സാഹിത്യ അക്കാദമിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാഴപ്പിണ്ടിയുമേന്തി പ്രകടനം നടത്തിയതിനോട് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിരിക്കുകയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ. കേസിൽ സാംസ്കാരിക നായകരുടെ നാവും നട്ടെല്ലും പാർട്ടി ഓഫീസിൽ പണയത്തിലാണെന്നും ലോക്കൽ സെക്രട്ടറി പച്ചക്കൊടി കാണിച്ചാലേ ഇവർക്ക് പ്രതികരിക്കാൻ സാധിക്കുമെന്നും അഡ്വക്കേറ്റ് ജയശങ്കർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പരിഹസിക്കുന്നു. തൃശൂരിലെ ഏതാനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാഴപ്പിണ്ടിയുമേന്തി സാഹിത്യ അക്കാദമിയിലേക്ക് പ്രകടനം നടത്തി. ചെയർമാൻ അത് ഏറ്റുവാങ്ങാൻ വൈമനസ്യം പ്രകടിപ്പിച്ചത് കൊണ്ട് അദ്ദേഹത്തിന്റെ കാറിനുമേൽ വാഴപ്പിണ്ടി സമർപ്പിച്ച് കൃതാർത്ഥരായി. കാസർഗോഡ് ജില്ലയിൽ 2 യുവ കോൺഗ്രസ് പ്രവർത്തകർ വെട്ടേറ്റു മരിച്ച സംഭവത്തെപ്പറ്റി നമ്മുടെ മതേതര ജനാധിപത്യ പുരോഗമന സാംസ്കാരിക നായകർ പുലർത്തുന്ന മൗനമാണ് യൂത്തന്മാരെ പ്രകോപിപ്പിച്ചത്. നട്ടെല്ലിന് പകരം ഉപയോഗിക്കാനത്രേ വാഴപ്പിണ്ടിയെന്നും അദ്ദേഹം പരിഹസിക്കുന്നു. യൂത്ത് കോൺഗ്രസുകാർക്ക് നമ്മുടെ സാംസ്കാരിക നായകരെ പറ്റി ഒരു ചുക്കും അറിയില്ല. അവരുടെ നാവും നട്ടെല്ലും പാർട്ടി ഓഫീസിൽ പണയത്തിലാണ്. ലോക്കൽ സെക്രട്ടറി പച്ചക്കൊടി കാണിച്ചാലേ പ്രതികരിക്കാൻ ഇവർക്ക് നിവർത്തിയുള്ളൂ എന്നും അഡ്വക്കേറ്റ് ജയശങ്കർ തന്റെ പോസ്റ്റിലൂടെ പരിഹസിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്.